അസ്സലാമു അലൈക്കും. റമീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മിക്സഡ് അച്ചാർ റെസിപ്പിയുമായിട്ടാണ്. അതായത് മാങ്ങ ഇഞ്ചിയും ചേർന്നിട്ടുള്ള ഒരു അച്ചാർ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി, അതായത് ഈ ഒരു അച്ചാർ ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ ഇക്കയാണ് കേട്ടോ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഒരു മീഡിയം സൈസ് 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ 1/4 കിലോ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അത് രണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 7 അല്ലി വെളുത്തുള്ളിയാണ്. എൻ്റെ വെളുത്തുള്ളി വലിയൊരു സൈസാണ്, അതുകൊണ്ട് 7 ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ സൈസാണെങ്കിൽ അതിൽ കൂടുതൽ വേണ്ടി വരും. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളകാണ് ആവശ്യമുള്ളത്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ പച്ചമുളകും അതേപോലെ കറിവേപ്പിലയും ഈ മാങ്ങാക്കൂട്ടിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അച്ചാർ പൗഡറാണ്. അപ്പോൾ ഇക്കാക്ക് കണക്കൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ. അവനവർക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒരു 3 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ഇതിലേക്ക് അച്ചാർ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് വേണം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഈ ഒരു അച്ചാർ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 1/2 ടീസ്പൂണ് കടുക് ഒന്നിട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് പൊട്ടി വരട്ടെ. ഇവിടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം ഇതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ അച്ചാറിൻ്റെ കൂട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനി കുറച്ച് നേരം ഒന്ന് തളിച്ചോട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് മാങ്ങയും അതുപോലെ ഇഞ്ചിയും ഒന്ന് വെന്ത് കിട്ടും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വിനീഗർ ഒഴിക്കുക കേട്ടോ. സുർക്ക ഒന്ന് ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട്, അതായത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന ശേഷം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. ഇനി വേണ്ടത് നമ്മൾ ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ എനിക്ക് ഉപ്പ് കുറവാണ്, അപ്പം ഞാൻ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും കുറച്ചും കൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അങ്ങനെ ഇളക്കിയിട്ട് യോജിപ്പിക്കുക. ശേഷം വീണ്ടും ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുക. ഇവിടെ ഇപ്പോൾ സുർക്കയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മൂടി വെക്കുക കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചൂടൊക്കെ പോയ ശേഷം നമുക്കിതൊന്ന് കുപ്പിയിലാക്കി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കിക്കുക. ഈ മൂടി വെച്ചത് ആ സമയത്ത് മൂടി വെച്ചത് അപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലൊരു ബോട്ടിലേക്കാണ് ഈ ഒരു അച്ചാർ ഇട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഈ ഒരു ബോട്ടിലേക്കൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ലവ് യു ആൻഡ് ബൈ. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ.